ഒരു മാസത്തോളം നീണ്ട പ്രാർത്ഥനയും വ്രതവും അതിന്റെ പുണ്യവുമായി വിശ്വാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ, ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ രാവുകളിലൊക്കെ പ്രാർത്ഥനകളും പകൽ സമയത്ത് വ്രതാനുഷ്ഠാനവും ഇങ്ങനെ ജീവിതം അങ്ങേ അറ്റം വിപുലീകരിച്ച് ഏറ്റവും സംശുദ്ധമാക്കിയ മനസ്സും ശരീരവുമായാണ് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. UAE, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രത്യേക ചടങ്ങുകൾ പള്ളികളിലും അതോടൊപ്പം തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈദ്ഗാഹുകളിലുമെല്ലാം നടക്കുന്നുണ്ട്. ദുബായിൽ രണ്ടിടത്തായാണ് മലയാളത്തിലുള്ള ഈദ്ഗാഹ്, അൽ ഖിസൈസിലും അതോടൊപ്പം തന്നെ അൽമനാർ സെന്റർ അൽ ഖുസിലും. ഈ രണ്ടിടത്തും മലയാളികൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഷാർജയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള മലയാളത്തിലുള്ള ഈദ്ഗാഹ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണ അജ്മാനിലും ഈദ്ഗാഹ് ആദ്യമായി മലയാളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഹാബിറ്റാറ്റ് സ്കൂളിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉള്ളത്. കേരളത്തിൽ നിന്നുള്ള പണ്ഡിതർ അടക്കമാണ് സന്ദേശം നൽകുക, ഈദ്ഗാഹുകളിൽ സന്ദേശം നൽകുക. അത് പ്രധാനമായും ഖിസൈസിലെ ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മൗലവി ഹുസൈൻ കക്കാടാണ് ഈദ് സന്ദേശം നൽകുന്നത്. അജ്മാനിൽ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഇമാം ജുനൈദ് ഇബ്രാഹിം സന്ദേശം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൽമനാർ സെന്ററിലാണെങ്കിൽ മൗലവി അബ്ദുൽ സലാം മോങ്ങം. ഇങ്ങനെ പ്രമുഖ പണ്ഡിതരാണ് ഈദ് സന്ദേശം നൽകുന്നത്. റമദാൻ കഴിഞ്ഞ ഒരു മാസം ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള പുണ്യകർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ ഇനിയുള്ള അടുത്ത 10 മാസത്തേക്ക് കൂടി 11 മാസം അടുത്ത റമദാൻ വരെ അത് പുലർത്തണമെന്ന് എല്ലാ മതപണ്ഡിതരും വിശ്വാസികളെ ഓർമ്മപ്പെടുത്തും. പള്ളികൾ നിറഞ്ഞ്, അങ്കണങ്ങൾ നിറഞ്ഞ്, തെരുവുകളിലേക്ക് വരെ നീണ്ടുപോകുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഈദ്ഗാഹുകളിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും ഒക്കെ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഒമാനിൽ തിങ്കളാഴ്ചയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇന്നലെ മാസപ്പിറവി കണ്ടില്ല. അതുകൊണ്ട് തന്നെ റമദാൻ 30 പൂർത്തിയാക്കിയാണ് ഒമാനിലെ ചെറിയ പെരുന്നാൾ ആഘോഷം.